അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആഗതമാവുകയാണ്. റമദാൻ കടന്നു വരുമ്പോൾ ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടാകും. ഇത് ഭക്തിസാന്ദ്രമായ ഒരു റമദാനായിരിക്കണം. ആത്മീയമായ ശുദ്ധീകരണം ഈ റമദാനിലൂടെ കൈവരിക്കണം. സർവശക്തനായ അള്ളാഹുവിലേക്ക് ഈ റമദാൻ കൊണ്ട് അടുക്കാൻ കഴിയണം. ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള പാകപ്പിഴവുകളും തെറ്റുകളുമൊക്കെ സർവശക്തനായ നാഥൻ നമുക്ക് പുറത്തു തരണം എന്നിങ്ങനെയൊക്കെ. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിനൊക്കെ ഏറ്റവും വലിയ തടസ്സമാകുന്നൊരു കാര്യം, റമദാൻ എന്ന് പറയുന്ന കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടാവും. പ്രത്യേകിച്ചും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയത്തേക്ക് ഒന്നിനും വയ്യ, കിടക്കണം തോന്നും. ചിലർ കിടക്കും, ആ കിടത്തം പിന്നീട് ചിലപ്പോൾ 1-2 മണിക്കൂറൊക്കെ ഉറങ്ങിപ്പോകും. വലിയ ക്ഷീണം ഉണ്ടാവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. എന്തായിരിക്കും കാരണം? ഒരു പരിധിവരെ കാരണം നമ്മൾ അകത്താക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ടൈപ്പാണ്. പലരും കഴിക്കുന്നത് എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുള്ള ആ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നോമ്പ് തുറക്കുമ്പോൾ. അതുപോലെ കുറേ പഴങ്ങളും പിന്നെ പാലും അങ്ങനെ തുടങ്ങി എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അതൊക്കെ ഒന്നിച്ച് ഒരു ഇടവേളയില്ലാതെ ഇങ്ങനെ കഴിക്കുകയാണ്. അങ്ങനെ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ കൂടി ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശരീരത്തിന് നല്ല സമയം ആവശ്യമുണ്ടാവും. ശരീരം നന്നായിട്ട് പാടുപെടേണ്ടി വരും, നമുക്ക് ക്ഷീണം ഉണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ ലഘുവായ ഭക്ഷണം കഴിച്ച് തുറന്ന് പിന്നെ നമ്മുടെ നിസ്കാരവും തറാവീഹൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മിതമായ തോതിൽ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ഷീണം എന്നുള്ള സംഗതി നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. ക്ഷീണം ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് റമദാനിൽ ആഗ്രഹിക്കും. റമദാനിൽ നല്ല കാര്യങ്ങളിൽ വ്യാപൃതരാകണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ റമദാൻ നല്ല കാര്യങ്ങളിൽ നമുക്ക് വ്യാപൃതമാകാൻ കഴിയുന്ന ഒരു നല്ല കാലമായിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ പ്രത്യേകിച്ചും നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ കഴിക്കുന്ന എണ്ണയിൽ പൊരിച്ച അമിതമായ ആഹാരങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ വളരെ കുറയ്ക്കുക. അതുപോലെ തന്നെ ഷുഗറി ആയിട്ടുള്ള ഒരുപാട് ഡ്രിങ്ക്സൊക്കെ നമ്മൾ കഴിക്കുന്നതിന് പകരം അത് ഒഴിവാക്കിയിട്ട് നല്ല ഫ്രൂട്ട്സ് കഴിക്കുക. ഷുഗർ ആയിട്ടുള്ള ഫുഡ്സ് ഇപ്പോൾ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും എക്സസ് അളവിൽ കുറേ ഷുഗർ നമ്മൾ എടുക്കുന്ന അത്ര നല്ലതൊന്നുമല്ല. അതൊക്കെ നമുക്ക് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഭക്ഷണത്തിൽ കുറേ സ്വാദും കുറേ ഷുഗറും അനാരോഗ്യകരമായ പ്രവണതകളും ഉണ്ടാക്കാനുള്ളൊരു കാലം എന്നുള്ള ആ ഒരു പതിവ് രീതിക്ക് വിരുദ്ധമായിട്ട് മിതമായ ഭക്ഷണവും ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങളും അതോടൊപ്പം ആത്മീയമായിട്ടുള്ള വളർച്ചയുമുള്ള ഒരു നല്ല കാലമായിട്ട് നമുക്ക് ഈ വരുന്ന വിശുദ്ധ റമദാൻ മാറട്ടെ. അതിനുവേണ്ടി മാനസികമായിട്ട് ഒരു പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.